അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മഹാന്മാരുടെ ചരിത്രം പറയുമ്പോൾ പണ്ഡിതന്മാർ നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒരു സംഭവം, ഒരിക്കൽ സൂഫിയാക്കളുടെ ഒരു കൂട്ടം ആൾക്കാരെ ശത്രുക്കൾ ബന്ദ് ചെയ്തു. അവർ ഇസ്ലാമിനെ പ്രചരിപ്പിച്ചതിൻ്റെ പേരിൽ ഇസ്ലാമിൻ്റെ ശത്രുക്കൾ അവരെ ബന്ദ് ചെയ്ത് അവസാനമായി അവരെല്ലാവരെയും കൊല്ലാൻ വേണ്ടി അവർ തീരുമാനിച്ചു. അങ്ങനെ എല്ലാവരും ഇങ്ങനെ ഒരു വരിയായി നിർത്തി അവർ കൊല്ലാൻ വേണ്ടി തയ്യാറാകുമ്പോൾ ആ സൂഫിയാക്കളിലെ ആ മഹാന്മാരിലെ ആ കൂട്ടത്തിൽ ബഹുമാനപ്പെട്ട അബുൽ ഹസൻ നൂരി റളിയല്ലാഹു അൻഹു എന്ന് പറയപ്പെടുന്ന വലിയൊരു മഹാനുണ്ടായിരുന്നു. അദ്ദേഹം മുന്നിൽ വന്നുകൊണ്ട് ആ ശത്രുക്കളോട് പറയുന്നു, എന്നെ നിങ്ങൾ ആദ്യമായി കൊല്ലണം എന്നും. അവിടെ നോക്കിയാൽ ചിലപ്പോൾ ബഹുമാനപ്പെട്ടവരെ അവസാനമായിരിക്കാം കൊല്ലാൻ അവർ തീരുമാനിച്ചത്. എന്നാലും ബഹുമാനപ്പെട്ടവർ മുന്നിൽ വന്നുകൊണ്ട് ഇങ്ങനെ മറ്റവരാളുടെ ഒന്നാമത്തവരാളെ കൊല്ലാൻ വേണ്ടി അവർ തീരുമാനിച്ചപ്പോൾ അബുൽ ഹസൻ നൂരി റളിയല്ലാഹു അൻഹു മുന്നിൽ വന്നുകൊണ്ട് അവിടെ നിന്ന് പറഞ്ഞു, എന്നെ ആദ്യമായി നിങ്ങളെ കൊല്ലണം എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ അവിടെയുള്ളവർക്ക് അത്ഭുതം തോന്നി. അതെന്തേ അങ്ങനെ? ഏതായാലും കൊല്ലാനല്ലോ പോകുന്നത്, നിങ്ങളെന്തേ ആദ്യമായി കൊല ചെയ്യണമെന്ന്, നിങ്ങളെ കൊല്ലണമെന്ന് പറയാനുള്ള കാരണം? അപ്പോഴാണ് അദ്ദേഹം ആ മഹാൻ പറഞ്ഞൊരു വാക്ക് എല്ലാവരും അത്ഭുതപ്പെടുത്തി. ബഹുമാനപ്പെട്ടവർ പറയാണ്, ഏതായാലും എൻ്റെ എല്ലാ സുഹൃത്തുക്കളെ നിങ്ങളിപ്പോൾ കൊല ചെയ്യുമല്ലോ, കൊല്ലുമല്ലോ, പക്ഷെ എന്നാലും എന്നെക്കാൾ ഒരല്പസമയമെങ്കിലും ഈ ദുനിയാവിൽ ജീവിക്കാൻ അവസരം കിട്ടുകയാണെങ്കിൽ അതെൻ്റെ സുഹൃത്തുക്കൾക്ക് കിട്ടട്ടെ. അതായത് എന്നെക്കാൾ ഒരു അല്പസമയമെങ്കിലും എൻ്റെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഞാൻ മാറ്റിവെക്കുകയാണ്. ചിലപ്പോൾ എന്നെ അവസാനത്തേക്ക് നീക്കി വെക്കുമ്പോൾ അപ്പം അവരെക്കാൾ എനിക്ക് കുറച്ച് സമയം കിട്ടും. ആ സമയം ഞാൻ എൻ്റെ സുഹൃത്തുക്കൾക്ക് വേണ്ടി കൊടുക്കുകയാണ് എന്ന് ബഹുമാനപ്പെട്ടവർ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. എന്തൊരു അത്ഭുതമാണ്! വളരെ ഗൗരവത്തോടു കൂടെ നാം മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. അതേ മഹാന്മാർ, അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർ, ഇഷ്ടദാസന്മാർ, അവർക്കെയും അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ സ്ഥാനങ്ങൾ കൈവരിച്ചത് ഇത്തരത്തിലുള്ള നല്ല സ്വഭാവങ്ങളെ കൊണ്ടാണ്. അതേ, എന്നെക്കാൾ മറ്റൊരുത്തനിക്ക് നന്മ ഉദ്ദേശിച്ച് മറ്റൊരുത്തൻ്റെ ഖൈർ ഉദ്ദേശിക്കലായിരുന്നു മഹാന്മാരുടെ സ്വഭാവം. നമ്മളാണെങ്കിലോ ഇങ്ങനൊരു വിഷയത്തിൽ നാം ചിന്തിക്കാനേ നമുക്കുണ്ടാവില്ല. എന്നാലും നമ്മൾ എത്രയോ ജീവിതത്തിൽ നാം ഒന്ന് ശ്രമിച്ചാൽ നമുക്ക് എത്രയോ നന്മകൾ നാമുമായി ബന്ധപ്പെട്ടവർക്ക് നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയും. പക്ഷേ നമ്മുടെ ആ മനസ്സിൻ്റെ വിശാലത ഇല്ലാത്തതിൻ്റെ പേരിൽ മനസ്സിലുള്ള വൈരാഗ്യം, ഹസൂയ, ഹസദ്, അതേ വല്ലാത്തൊരു നീചമായ സ്വഭാവം ഉള്ളതിൻ്റെ പേരിൽ എല്ലാവരും നാം കാണുമ്പോൾ വെറുക്കുകയാണ്. ഞാൻ മാത്രം, ഞാനും എൻ്റെ കുടുംബം, എൻ്റെ മക്കൾ മാത്രം ഒന്ന് സന്തോഷം, ഇങ്ങനൊരു നമ്മുടെ ചിന്തകൾ ഇങ്ങനെ ചുരുങ്ങിപ്പോവുകയാണ്. ഒരിക്കലും അങ്ങനെ ആയിപ്പോകരുത്. നമ്മളുമായി ബന്ധപ്പെട്ടവർ നമ്മൾക്ക് എന്ത് കഴിയുന്നുണ്ടോ ആ രീതിയിൽ നാമുമായി ബന്ധപ്പെട്ടവർക്ക് സന്തോഷം നൽകി അവരുമായി നല്ലൊരു ജീവിതമായിരിക്കണം. അതാണ് അല്ലാഹുവിന് ഏറെ ഇഷ്ടം. അതേ, നിസ്കരിക്കുന്നതിനേക്കാൾ നിസ്കാരത്തിന് വലിയ ഫലമുണ്ട്, മറ്റുള്ള ഇബാദത്തുകൾക്കൊക്കെയും ഫലമുണ്ട്. പക്ഷേ അതിനേക്കാളെല്ലാം ചിലപ്പോഴൊക്കെ അല്ലാഹുവിൻ്റെ അടുക്കൽ വലിയ സ്ഥാനം കിട്ടുന്നത് ഇത്തരത്തുള്ള നല്ല സ്വഭാവങ്ങളെ കൊണ്ടാണ്. അല്ലാഹുവിൻ്റെ അടുക്കൽ വിജയിച്ച മഹാന്മാർ, അവർക്ക് ധാരാളം നിസ്കാരമുണ്ടായിരുന്നു, ധാരാളം ഇബാദത്തുകളുണ്ടായിരുന്നു. പക്ഷേ അതുമാത്രം കൊണ്ടല്ല അവർ വിജയിച്ചത് എന്നും കൂടി നാം മനസ്സിലാക്കണം. അവരാരോടും ഹസൂയ വെച്ചവരല്ല, അവരാരോടും ഹസദ് കാണിച്ചവരല്ല, അവരാരോടും വൈരാഗ്യം കാണിച്ചവരല്ല. എല്ലാവരോടും നല്ല സ്നേഹത്തോടുകൂടെ, നല്ല സുഹൃത്ത് ബന്ധത്തോടുകൂടെ, എനിക്ക് കുറച്ച് നിയമത്ത് കുറഞ്ഞാലും പ്രശ്നമല്ല, എൻ്റെ കൂട്ടുകാർക്ക് സന്തോഷം കിട്ടണം എന്ന് കരുതി ജീവിച്ചവരാണ്. അവർക്കാണ് അല്ലാഹു വലിയ ബറക്കത്ത് നൽകിയിട്ടുള്ളത്.
അവരെയാണ് അള്ളാഹു ഇഷ്ടപ്പെട്ടിട്ടുള്ളത്. അതാണ് നാം പഠിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തുള്ള ഒരു നല്ലൊരു സ്വഭാവം തന്നു അവൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.